ഇമിയു എന്ന് പറയുന്നൊരു പക്ഷിയുണ്ട്, അത് അവർ എമു എന്നാക്കി. ഓക്കെ, അപ്പോൾ ഞങ്ങളത് തമാശയായിട്ട് ഇപ്പോൾ പറയുന്നത്, ഈ കേരളത്തിന് പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ എല്ലാ മുസ്ലിം വീട്ടിലും ഒരു എമുക്കുഞ്ഞ് വളരുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറയാറ്. ഒരെണ്ണം മിനിമം ഉണ്ട്, അത് 2-3 ആയിക്കൊണ്ടിരിക്കുകയാണ്, പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന മാതിരി ഇതിനകത്ത് എമുക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ എമു, അത് നിങ്ങൾ അറിയില്ല ആരാണ് എമു എന്നുള്ളത്. കാരണം കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആകെ പ്രശ്നത്തിലാണ്, വലിയ ഭീഷണിയിലാണ്. കാരണം കേരളത്തിലെ മുസ്ലിം കുടുംബത്തിൽ ഒന്നെന്തായാലും ഉറപ്പാണ്, ഒന്നിൽ കൂടുതൽ ദിനം പ്രതി 1-2 ആളുകൾ ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഈ ആരിഫ് പറയുന്നത്. ഇവരെപ്പോലെയുള്ള 1-2 യുക്തിവാദികൾ ഇങ്ങനെ ഈ കരച്ചിലും രോദനവും തുടങ്ങിയിട്ട് കാലങ്ങളറിയായി. ഇസ്ലാമിൻ്റെ ഒരു ആശയത്തിന് പോലും ഇതുവരെ മാറ്റേണ്ടി വന്നിട്ടില്ല. ഇത് ആരിഫ് എന്നല്ല, സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഇസ്ലാമിനെ ആ പ്രവാചക കാലഘട്ടം മുതൽ ഈ സമയം വരെ എത്രയോ ആളുകൾ വിമർശിക്കുന്നുണ്ട്. ഇസ്ലാമിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഈ കുളത്തിലെ തവളകളായ ഇത്തരം കുറച്ച് എക്സ് മുസ്ലിംസുകളുണ്ട്, അവരാണ് വലിയ ചിന്തകരെന്ന് അവരുടെ വിചാരം. അവർ ചിന്തിക്കുന്നത് ശരി, അവർ ചിന്തിക്കുന്നത് യഥാർത്ഥ യുക്തി, അങ്ങനെ ചിന്തിക്കുമ്പോഴേ മനുഷ്യനാവുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ആരിഫെ. ഇസ്ലാം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായി ചിന്തിക്കുന്ന വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് മുസ്ലിമീങ്ങളല്ല, ഇസ്ലാമേതര മതത്തിൽ നിൽക്കുന്ന ആളുകളുടെ വായനകളും ചിന്തകളും പഠനങ്ങളും അവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഒന്ന് കേൾക്ക്. ഇതാ തെളിവാണെങ്കിൽ ഒന്ന് കേട്ടു. ഇസ്ലാം വളരുകയാണോ, അതല്ല യുക്തിഭ്രമം ബാധിച്ച് ഈ ആരിഫിനെ പോലെ കുറെ എമുക്കൾ ഉണ്ടാകുകയാണോ ചെയ്യുന്നത്? ഇസ്ലാം ഇപ്പോൾ നിൽക്കുന്ന ഇസ്ലാമിന്റെ അവസ്ഥ എന്താണെന്ന് ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്ക്. ഇസ്ലാം വളരെ ഫാസ്റ്റായിട്ട് വളരുകയാണ്. വളരെ ഫാസ്റ്റായിട്ട് വളർന്ന ഇപ്പോൾ ഇസ്ലാം ലോകത്തിൽ സുന്നി മുസ്ലിങ്ങൾ 170 കോടി കടന്നു, ഷിയ മുസ്ലിങ്ങൾ 22 കോടി കടന്നു, ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാം കൂടി മറ്റ് 4 വിഭാഗങ്ങളുടെ കൂടി 24 കോടി വേറെ. അതായത് ലോകത്തിൽ നിന്ന് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ 220 കോടിയാണ്. ലോകത്തിലെ ആകെ ജനസംഖ്യ 800 കോടിയാണ്. ലോകത്തിലെ മനുഷ്യരായി പിറന്ന ആളുകളിൽ 4 പേരെ എടുത്താൽ അത് ഒരാൾ മുസ്ലിമാണ്. 1/4, 25% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ഇസ്ലാമാണ്. 4 മനുഷ്യരെ എടുത്താൽ ഒരാൾ ഇസ്ലാമാണ്. ഇസ്ലാം ഓൾറെഡി ക്രിസ്തുമത്തെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. കത്തോലിക്കാർ 120 കോടി, പ്രൊട്ടസ്റ്റന്റുകാർ 70 കോടി, ഓർത്തഡോക്സാർ 28 കോടി. അതിനെ ഇസ്ലാം ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇസ്ലാമിന്റെ വളർച്ച ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മാത്രം 60 ലക്ഷം മുസ്ലിങ്ങളാണ്. 60 ലക്ഷം. യഹൂദന്മാരായിരുന്നു അവിടുത്തെ 2ാമത്തെ മൈനോറിറ്റി. ഇപ്പോ ക്രിസ്ത്യാനി കഴിഞ്ഞ പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റിലിജൻ ഇസ്ലാമാണ്. ലണ്ടൻ പട്ടണത്തിലെ മേയർ മുസ്ലിമാണ്. ഇംഗ്ലണ്ടിലെ 11 പട്ടണങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പട്ടണങ്ങളാണ്. യൂറോപ്പിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 23 പട്ടണങ്ങളുണ്ട് യൂറോപ്പിൽ മാത്രം. ഇസ്ലാമിന്റെ ഈ അമ്പരപ്പിക്കുന്ന വളർച്ച ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 3,30,00,000 വരുന്ന ചതുരശ്ര കിലോമീറ്ററിൽ 220 കോടി മുസ്ലിംസ്. ലോകത്തിലെ ഹിന്ദുക്കളുടെ ആകെ എണ്ണം 110 കോടിയാണ്. ഹിന്ദുക്കളുടെ നേരെ ഇരട്ടിയാണ് മുസ്ലിങ്ങളുടെ ലോകത്തിലുള്ള അംഗസംഖ്യ. ഇവിടെയാണ് പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ മാറ്റിമറിച്ച അത്ഭുതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് സത്യത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അവസ്ഥ. ആരിഫിനെ പോലെ 1-2 യുക്തിവാദികൾ ഇങ്ങനെ ദിനം പ്രതി ഇസ്ലാമിനെ വിമർശിച്ച് അവരുടെ ഉപജീവന മാർഗം ഇതാണ്. എപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കണം, അതിനെന്തെങ്കിലുമൊക്കെ വലിയ വായിൽ ഒരുപാട് നുണകളും ഭീതിയും സമൂഹത്തിൽ പടർത്താം. ഇതാണ് ഇവരൊക്കെ നിലനിൽപ്പ്. അത് സമൂഹം തിരിച്ചറിയാൻ കഴിയും. പിന്നീട് അയാൾ പറയുന്നുണ്ട്, കേൾക്കുക. കാരണം ഇത് പറഞ്ഞ പ്രശ്നമാണ്, അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന പ്രശ്നമായതുകൊണ്ട് പലരും ക്ലോസറ്റഡ് എക്സ് മുസ്ലിംസ് എന്നാണ് ഞങ്ങൾ പറയാം. അത് പുറത്ത് പറയാതെ എന്നാ മതമൊന്നും ഇല്ലാതെ നടക്കുന്ന കുറേ ആളുകൾ അതെല്ലാം മുസ്ലിം വീട്ടിലുണ്ട്. അതെല്ലാം മുസ്ലിം വീട്ടിലുണ്ട്. മൂപ്പർക്ക് ഇങ്ങനെ എല്ലാ ദിവസവും വിളിച്ച് പറയലാണ് ഓരോരുത്തരെ ദിനം പ്രതി ഇങ്ങനെ. കാരണം ഇത് പറഞ്ഞ പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ഭീതി ഉണ്ടാക്കുന്നത്? ഇസ്ലാമിന് പുറത്ത് പോയിട്ട്
ഈ ആരിഫ് അടക്കം ഒരുപാട് ആളുകൾ ഇന്നും സുഖസുന്ദരമായിട്ട് ജീവിക്കണില്ലേ? ഏതെങ്കിലും ഒരാളെ ഇസ്ലാമെന്ന് പുറത്തു പോയതിൻ്റെ പേരിൽ കയ്യോ കാലോ വെട്ടിയിട്ടുണ്ടോ? ഭീതി ഉണ്ടാക്കുക, ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുക. അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന പ്രശ്നമായതുകൊണ്ട് പലരും ക്ലോസറ്റഡ് എക്സ് മുസ്ലിംസ് എന്നാണ് ഞങ്ങൾ പറയാം. അത് പുറത്ത് പറയാതെ എന്നാൽ മതമൊന്നും ഇല്ലാതെ നടക്കുന്ന കുറേ ആളുകൾ, അതെല്ലാം മുസ്ലിങ്ങളുണ്ട്. അത് മിക്കവാറും ചില ആളുകളൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത് ഈ പള്ളിയിലും മറ്റേ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലും ജസ്റ്റ് ജീവിച്ചു പോകാനുള്ള സാധനം മാത്രമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പള്ളിയിലുള്ള ഇമാമിങ്ങളെ ജീവിച്ചു പോകാനുള്ള മാർഗമായിട്ട് അത്ര ഈ ജോലി ചെയ്തു പോകണം. അവർ 50-50. നിങ്ങൾ പിന്തുടർന്ന് നിസ്കരിക്കുന്ന നിങ്ങളുടെ ഇമാമ പുള്ളി പോലും ഒരു എക്സ് മുസ്ലിം ആവാനുള്ള സാധ്യത ഇവിടെ 50-50ആണ്. അതാണ് ഇവിടുത്തെ നിലവിലെ സാഹചര്യം. അത് നിങ്ങൾ അറിയില്ല ആരാണ് എമു എന്നുള്ളത്. കാരണം അത് ഇത് പറഞ്ഞ പ്രശ്നമാണ്. അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന പ്രശ്നമായതുകൊണ്ട് പലരും ക്ലോസറ്റഡ് എക്സ് മുസ്ലിംസ് എന്നാണ് ഞങ്ങൾ പറയാം. അത് പുറത്ത് പറയാതെ എന്നാൽ മതമൊന്നും ഇല്ലാതെ നടക്കുന്ന കുറേ ആളുകൾ, അതെല്ലാം മുസ്ലിം വീട്ടിലുണ്ട്. അത് മിക്കവാറും ചില ആളുകളൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത് ഈ പള്ളിയിലും മറ്റേ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പോലും ജസ്റ്റ് ജീവിച്ചു പോകാനുള്ള സാധനം മാത്രമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വിശ്വാസികൾ അറിയേണ്ടത് നിങ്ങൾ പിന്തുടർന്ന് നിസ്കരിക്കുന്ന നിങ്ങളുടെ ഇമാമ പുള്ളി പോലും ഒരു എക്സ് മുസ്ലിം ആവാനുള്ള സാധ്യത ഇവിടെ 50-50ആണ്. വലിയ പ്രതിസന്ധിയിലാണ് പ്രത്യേകിച്ചും പള്ളിയിലെ ഇമാമിയങ്ങളൊക്കെ. ഏത് സമയത്തും ഇസ്ലാം ഉപേക്ഷിച്ച് പോകാൻ നിൽക്കാത്രേ. ഭയങ്കര കാര്യം തന്നെയാണ്. ഞാനൊരു പള്ളിയിലെ ഇമാമാണ്. എന്നെ പോലെ ലക്ഷക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് ഇമാമിങ്ങൾ കേരളത്തിൽ തന്നെ പള്ളികളിലായി ജോലി ചെയ്യുന്നുണ്ട്. വളരെ തുച്ഛമായ വേതനത്തിൽ, ശമ്പളത്തിലാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്. എന്നാൽ ഭൗതികമായ പല സൗകര്യങ്ങളും വലിയ സാലറി കിട്ടുന്ന ഒരുപാട് ജോലികളും വഴികളും അവരുടെ മുമ്പിലുണ്ട്. അതിന് യോഗ്യരായ ആളുകളുമാണ്. എന്നിട്ട് പോലും വലിയ ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റുന്ന മറ്റുള്ള ആളുകളെക്കാളും വലിയ സന്തോഷത്തിലാണ് ഞാനടക്കമുള്ള ഇമാമികളൊക്കെ ജീവിക്കുന്നത്. ഒരു പ്രയാസമില്ല. ഭൗതികമായ സൗകര്യങ്ങൾ നോക്കി പോകുകയാണെങ്കിൽ എപ്പോഴും പോകേണ്ടിയിരുന്നു. പക്ഷെ ഒരാൾ പോലും, ആരിഫിനല്ല ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വിശ്വാസമില്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു ഇമാമുണ്ടെങ്കിൽ അത് ആരിഫ് തെളിയിക്കണം. വെറുതെ വിടുവായത്വം വിട്ടാൽ പോരാ.